ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി അടുത്തത് കണ്ടത് കണ്ടില്ല, ഇതൊക്കെ ഉണ്ടത് നട. അറിയിപ്പ് തിരുവനന്തപുരം താലൂക്ക് ആശുപത്രിയിൽ ഒ പി ടിക്കറ്റ് നിരക്ക് 2026 ആഗസ്റ്റ് 1 മുതൽ 10 രൂപയായി വർദ്ധിപ്പിക്കുന്നു. സൂപ്രണ്ട് ആയിക്കോട്ടെ, സൂപ്രണ്ട് ഞങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക, അതുകൊണ്ട് അവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടുത്തെ റോഡൊന്ന് നന്നാക്കണം എന്നുള്ള ഒരു ബോധം എന്ത് സൂപ്രണ്ടിനും അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാർക്കും ആർക്കും ഇവിടെ ഇല്ല. അതുകൊണ്ട് നോക്കി നിങ്ങൾ ഓരോ മനുഷ്യരും ഒരു എമർജൻസി അസുഖങ്ങളൊക്കെ ആയിക്കണ്ട് ഈ ഒരു ഹോസ്പിറ്റലുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കുണ്ടും കുയും കട്രോളും ഇതൊക്കെ ചാടിയിട്ട് വേണം കാഷ്വാലിറ്റീൻ്റെ ഭാഗത്ത് കണ്ട് എത്താൻ. ഒരു ദിവസം എത്ര മനുഷ്യരാണ് പല അസുഖങ്ങൾ കാരണം ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഇവിടെ വരുന്നത്. അതിൽ എത്ര എമർജൻസി സീരിയസ് ആയിട്ടുള്ള എത്ര കേസുകൾ ഇവിടെ ഉണ്ടാകും. ആ കേസുകളൊക്കെ കടന്നു ഹോസ്പിറ്റലിൽ കണ്ട് എത്രയെന്നുണ്ടെങ്കിലും അവിടെ നിൽക്കണം എന്തെങ്കിലും എമർജൻസി ആയിക്കാണ് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഇതൊക്കെ ഈ കട്ട് റോഡ് ഓഫ് റോഡ് ചാടി കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാനേ. ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇതേമാതിരി റോഡുകൾക്ക് എവിടെയെങ്കിലും കട്ട് റോഡായി കണ്ടിട്ട് കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലുകൾ കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ പറ്റുമോ? ഇതൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അതേ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ പറ്റുള്ളൂ. ഇപ്പോൾ 10 റുപ്യക്കാണ് ഇവിടെ വർദ്ധിപ്പിച്ചിരിക്കണേ. നിങ്ങളെങ്ങനെ വർദ്ധിപ്പിച്ചിരിക്കണേ ജനങ്ങൾ തന്നെ പൈസ മേടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ആദ്യം നിങ്ങൾ റോഡ് ഇവിടെ നന്നാക്കി കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഭാഗത ഇതേ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ആ ഒരു ഭാഗമാണത്. അവിടെ നിൽക്കാണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞാണ്ട് വീട്ടിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. ഇല്ലേ, ഇളകാതെ നല്ല രീതിയിൽ ഇവിടെ കൊണ്ടുപോകണം. എങ്ങനെ ഈ തുടക്കത്തിൽ നിന്ന് കണ്ട് ഇളകതാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ പറ്റുക? ഇജ്ജാദ്യ ആയത്തുള്ള കുണ്ടുംകുഴിയാണ് അവിടെ ഉള്ളത്. ഈ കുണ്ടുംകുഴി ചാടിയിട്ട് വേണം ഓർക്ക് അങ്ങോട്ട് പോകാൻ. പിന്നെ അവിടുത്തെ വീൽ ചെയറിന്റെ അവസ്ഥ ഒന്ന് കണ്ടുനോക്കി. പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലത്തെ വീൽ ചെയറിന്റെ അവസ്ഥ കണ്ടില്ല, ടയറാണ് ഇവിടെ ഊരി കിടക്കുന്നത്. പിന്നെ അതേമാതിരി പടാ ഇതൊക്കെ ടയറില്ല ഇതില്ല പറയുമ്പോൾ ഇതൊക്കെ മറ്റേ ഇവർ കൊടുത്തതാണ്. ആര് കൊടുത്തത്? സഹചാരി സഹചാരി പല സഹായങ്ങളും വീൽ ചെയറൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടൊന്നും അത് മതിയാർക്ക് കൊണ്ടെടുക്കാൻ ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ പറ്റുന്നില്ല. ഇതൊക്കെ വേണ്ടിയ വീൽ ചെയറൊക്കെ കിടക്കാണ്ടില്ല അവസ്ഥയാണ് കൊടുക്കുന്നത്. ഒരു ബോധം എന്ന് പറഞ്ഞാൽ എന്തേ അവിടെയുള്ള ആൾക്കാർക്ക് ഇവിടെ ഇല്ലേ? ഇപ്പം അതേമാതിരി തന്നെ ഷിഫ്റ്റ് ആയിക്കാണ് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് വന്നുള്ള ഒരു എമർജൻസി കേസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കട്ടോട് ചാടിയിട്ട് വേണ്ടേ ആംബുലൻസ് ഡ്രൈവർമാർക്ക് കൂടെ പോകണ്ടേ? അപ്പം നിങ്ങൾക്ക് ഇവിടെ പൈസ ഇങ്ങനെ വർദ്ധിപ്പിക്കാന്നല്ലാതെ ജനങ്ങൾക്ക് ഇതൊക്കെ എന്തുപകാരപ്പെടുള്ളത്? ഒരു വണ്ടി അവിടെ നിങ്ങട്ട് യാത്ര എന്നുണ്ടെങ്കിൽ ആ കട്ടോട് മൊത്തം ചാടിയിട്ട് വേണം ഇങ്ങോട്ട് നിങ്ങൾ കാണില്ല. നമ്മൾ വെറുതെ പറയണമെന്നല്ലോ, ഓരോ വണ്ടികളാ സ്ലോ ആക്കി ചാടി കിടന്ന് കണ്ടൊക്കെയാണ് പോണത്. ആദ്യം നിങ്ങളെ പൈസ ഒക്കെ വർദ്ധിപ്പിക്കുന്നതൊക്കെ ഓക്കെ, അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാം, ഈ കാണുന്ന റോഡ് നിൽക്കണേ ഈ റോഡൊന്ന് ശരിയാക്കണേ ഞങ്ങൾക്ക് വേണ്ടി തീരി, എന്നിട്ട് നിങ്ങൾക്ക് പൈസ അവിടെ വർദ്ധിപ്പിക്കാം. ഇത് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നടന്നിട്ട് അവിടെ കാര്യം ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. എവിടെയാണ്? ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ റോഡ് ഈക്വലിറ്റിയിൽ എന്തോന്നല്ലേ